അപ്പോൾ ഹലോ ഗായ്സ്, സ്പീച്ച് ടോക്കി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കസിനായ അപ്പൂൻ്റെ കല്യാണത്തിന് വേണ്ടി പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഞാനും അപ്പയും അമ്മയും അനിയത്തിയും പിന്നെ പാപ്പ ഞങ്ങൾ 5 പേരും കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും കസിൻസൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് കസിൻസൊക്കെ വന്നു പറഞ്ഞ പോലെ. അപ്പം ഇത് അപ്പു എൻ്റെ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പു എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ് കേട്ടോ. അപ്പോൾ ഷൈനി ആൻറ്റിയും ജോണി അങ്കിളുടെയും മകനാണ് അപ്പു. ഷൈനി ആൻറ്റിക്കും ജോണി അങ്കിൾക്കും 3 മക്കളാണ്. മൂന്നാമത്തെ ആളാണ് അപ്പു. ആദ്യത്തേത് പ്രീമി ചേച്ചിയും ചേട്ടായും, മോൾക്ക് 2 പിള്ളേരുണ്ട്. പിന്നെ വിജി ചേച്ചിക്കും പുന്നൂസേട്ടായും അവർക്ക് ഒരു കുഞ്ഞുമണിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അപ്പൂസ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഓരോരോ ട്രഡീഷൻസ്. ഇതിങ്ങനെ വിശദമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല. അത് കുഞ്ഞിലെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഇതപ്പോൾ താലി കെട്ടാൻ പോകുന്നതാണ്, വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെയുള്ള ഓരോ കസ്റ്റം ട്രഡീഷൻസൊക്കെ. എനിക്കങ്ങനെ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ഇതിനെ എന്താണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയൊന്നും എനിക്ക് പറയാനറിയില്ല. ഞങ്ങളിങ്ങനെ തന്നെയാണ് കുഞ്ഞിലെ തൊട്ടുള്ള കാണുന്നത്, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അങ്ങനെ. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ വീട്ടിൽ 11 മക്കളാണ്. അപ്പോൾ അമ്മയ്ക്ക് 10 സിബ്ലിങ്സാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇല്ല. 2 പേരെയൊക്കെ നേരത്തെ വിളിച്ചു. അപ്പം ആ 10 സിബ്ലിങ്സിൻ്റെ മക്കളും എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അവരും കൂടെ ഉണ്ടായിരുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ എല്ലാവരും ജോലി സ്ഥലത്ത് ഓരോ തിരക്കുകളൊക്കെ ആയിട്ടും പിന്നെ അവർക്കൊക്കെ വരാൻ പറ്റാത്ത ദൂരങ്ങളിലൊക്കെ ആയതുകൊണ്ട് തന്നെ വരാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നതിനുള്ള മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇതാണ് അപ്പൂൻ്റെയും ലിൻഡാൻ്റെയൊക്കെ ഫാമിലി. ഇതാണ് കേട്ടോ അപ്പൂൻ്റെ ഫാമിലി, അത് ഷൈനാൻ്റെയുടെ ഫാമിലി. പിന്നെ ലിൻഡായും ഒപ്പമൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി ഇന്നത്തെ ബിഗ് ഡേയിൽ അപ്പൂൻ്റെ കൂടെ ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മയ്ക്ക് 11 അമ്മയുടെ വീട്ടിൽ 10 പേര്, ടോട്ടൽ 11 പേരാണ് അവർ. ഏറ്റവും ഇളയ ആളെയാണ് ഇപ്പോൾ കണ്ടത്. ആൻറ്റിക്ക് 3 മക്കളാണ്, സോന, ലെന, സ്നേഹ. ഇവർ 3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് അടിപൊളിയായിരുന്നു. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും അങ്ങ് ദൂരെ ആയതുകൊണ്ടൊക്കെ എല്ലാവരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേരായിട്ട് കേട്ടോ, ബാക്കി എല്ലാവരും വലിയ ആൾക്കാരാണ്. എൻ്റെ അമ്മ 10ാമത്തെ ആളാണ്, ഏറ്റവും ഇളയ ആളാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പിന്നെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ലിൻഡ മന്ത്രകോടിയൊക്കെ മാറി വന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് സിന്ദൂരം ഇടുന്നതും പിന്നെന്താ ചന്ദനം ഇടുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അത് കഴിഞ്ഞ് ഇത് വിച്ചു ചേച്ചിയുടെ ഫാമിലിയാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ ചേച്ചി ലാലാൻറ്റി, ഇത് ഷീജ ആൻറ്റിയുടെ മക്കൾ, ഞാൻ പറഞ്ഞില്ലേ, സോനാലന, സ്നേഹ. ഇത് ഷേർലി ആൻറ്റി. ഞങ്ങൾ അപ്പച്ചൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം അപ്പയുടെ അമ്മയ്ക്ക് വയ്യാതെ നേരത്തെ പോയി. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ മാളു ഞങ്ങളുടെ ഒരു കുട്ടി ഡോക്ടറാണ്, അവൾക്ക് ഒത്തിരി ലീവ് ഇല്ലാത്തതുകൊണ്ട് അവൾ പെട്ടെന്ന് പോയി. അപ്പോൾ ഇത് പ്രീനു ചേച്ചിയുടെ ഫാമിലിയാണ്, അശ്ചേട്ടായും. ഇത് ഇച്ചി ചേച്ചിയുടെ ഫാമിലി, പൊന്നുചേട്ടായി. പിന്നെ ഞങ്ങളെല്ലാവരും അത് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾ ഏടുവിൻ്റെ ഒരു കുഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു. ഏടു അവിടെ ഞങ്ങളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അടുത്ത് അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അപ്പോഴേക്കും ലിൻഡ വന്നിരുന്നു കേട്ടോ. പിന്നെ ലിൻഡനെ അപ്പൂൻ്റെ വീട്ടിലേക്ക് കയറ്റുന്ന ഒരു ചടങ്ങാണ്. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് കയറ്റി. ഇതൊക്കെയാണ് ഇവിടെയുള്ള ഒരു ട്രഡീഷൻസ് എന്ന് പറയുക. അങ്ങനെ ഒത്തിരി ഹാപ്പി ആയിരുന്നു അപ്പൂൻ്റെ ഈ ബിഗ് ഡേയിൽ. ഭയങ്കര എന്താ പറയുക, ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ. എന്താ പറയുക, അവരെ കാണാൻ പറ്റിയതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലൊക്കെ ഒത്തിരി ഹാപ്പി.
പൊന്നുചേട്ടായും വിജയിച്ചൊക്കെ UK-യിലാണ്. അവർ തിരിച്ചു പോവാണ്. അതായത് ഐശ്ചേട്ടായിക്ക് ബാംഗ്ലൂർ ജോലിയാണ്. ഐശ്ചേട്ടായും പ്രീനിച്ച് ബാംഗ്ലൂരായിരുന്നു. പിന്നെ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്യും. എനിക്കെൻ്റെ എന്താ പറയുക, ഞാനും ബാംഗ്ലൂരാണ് പഠിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ എല്ലാം നന്നായി നോക്കുകയൊക്കെ ചെയ്ത് ഐശ്ചേട്ടായും പ്രീനിച്ചൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ചടങ്ങുകളും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ കുഞ്ഞു ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടുള്ളൊരു കാര്യം. എനിക്ക് ഭയങ്കരമായിട്ടും നമുക്ക് ഒരു ഹാപ്പി ആയിട്ട് തോന്നില്ലേ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നെ ഹാപ്പിയാക്കി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അപ്പം പിന്നെ കാണാം. ടേക്ക് കെയർ, ബൈ. അപ്പം അപ്പൂനും ഡിൻഡായിക്കും ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് നാൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, സി യു. ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ കുഞ്ഞു വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, സി യു.